BP നോക്കാൻ എത്ര പേർക്ക് അറിയാം? BP എങ്ങനെ സ്വയം വീട്ടിൽ നോക്കാം? അപ്പൊ അതിന് ഏറ്റവും നല്ലത് ഇതുപോലെ ഇലക്ട്രോണിക് BP അപ്പാരറ്റസ് ഓൺലൈനായിട്ട് കിട്ടും, കടകളിൽ കിട്ടും. ഈ അപ്പാരറ്റസും കഫും ഇത് മിക്കതും ബാറ്ററിയിൽ ഓടുന്നതാണ്. ചിലത് പ്ലഗിൽ വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ബാറ്ററിയിൽ ഓടുന്ന അപ്പാരറ്റസ് ആണ്. ഇതാണ് ഇതിന്റെ കഫ്. ഇനി വന്നിരുന്നതേ ഉള്ളൂ, ഉടനെ അങ്ങ് നോക്കാമോ? വന്ന് ഇരുന്ന് 5 മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുത്തിട്ടേ BP നോക്കാവുള്ളൂ. BP നോക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ചായ കാപ്പി എല്ലാം നിർത്തിയിരിക്കണം, സിഗരറ്റ് വലി നിർത്തിയിരിക്കണം. ഈ BP നോക്കുന്നതിന് അരമണിക്കൂർ ആ മുന്നത്തെ സമയം വ്യായാമം ഒഴിവാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം തന്നെ കഴിയുന്നതും ഈ ടൈമിൽ വേണ്ട. ഇത്രയും പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ നിങ്ങൾ പാലിച്ചിരിക്കണം. ഇരിക്കുമ്പം കസാരയിൽ ചാരിയിരിക്കണം, ബാക്ക് കസാരയിൽ ചാരിയിരിക്കണം, നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, കൈ മേശയിൽ റെസ്റ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ 5 മിനിറ്റ് ഇരിക്കണം. കാല് രണ്ടും നിലത്ത് ചവിട്ടിയിരിക്കണം, കാല് ക്രോസ് ചെയ്ത് വെക്കരുത്. ഈ കഫ് ഈ ഡ്രസ്സിന്റെ മണ്ടയിലൊന്നും അല്ലാതെ ഇടണം. ഇനി ഈ മുട്ടിന്റെ മടക്കില്ലേ, മടക്കിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ വിരല് മുകളിലായിരിക്കണം ഈ കഫ് അവസാനിക്കണം. ഇനി ഇത് ടൈറ്റ് ആയിട്ട് ഇടണം. എത്ര ടൈറ്റാ? ഭയങ്കര ടൈറ്റും ആവില്ല, ഭയങ്കര ലൂസും ആവില്ല. 2 വിരല് കഫിന്റെ അടിയിലോട്ട് കയറാൻ പറ്റണം. 2 വിരല് ഈ മടക്കിൽ നിന്ന് 2 വിരല് മുകളിലായിരിക്കണം കഫ് അവസാനിക്കേണ്ടത്. 2 വിരല് അകത്ത് കയറ്റാൻ പറ്റണം. തീരെ ടൈറ്റും ആവരുത്, തീരെ ലൂസും ആവില്ല. ഈ കഫിന്റെ സൈസ് നല്ല വണ്ണമുള്ളവർക്ക് ഇതുകൊണ്ടിട്ടാ BP കൂടുതലായിട്ട് വരും. മെലിഞ്ഞ എല്ലും തോലും ഇരിക്കുന്ന ആൾക്ക് ഇതുകൊണ്ടിട്ടാ BP കുറഞ്ഞു വരും. അപ്പൊ കഫിന്റെ സൈസ് നമുക്ക് വാങ്ങുമ്പോൾ കഫ് സൈസ് ചൂസ് ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്. എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു, നമ്മളിത് ഓൺ ആക്കുന്നു. ഈ BP നോക്കുന്ന സമയം വ്യക്തിയോട് നിങ്ങൾ സംസാരിക്കാനും പാടില്ല, വ്യക്തിയും സംസാരിക്കരുത്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നിന്ന് വേണം BP നോക്കാൻ. മുകളിലത്തെ BP സിസ്റ്റോളിക് BP, താഴത്തെ BP ഡയസ്റ്റോളിക് BP. എപ്പോഴും ഒരു റീഡിങ്ങിൽ നിർത്തല്ല, 2ഓ 3ഓ റീഡിങ് 2 മിനിറ്റ് ഗ്യാപ്പിൽ എടുക്കുക. എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കുക. എന്നിട്ട് ഇതൊരു പേപ്പറിൽ എഴുതി വെക്കണം. അപ്പൊ പേപ്പറിൽ തീയതി, സമയം, മുകളിലത്തെ BP, താഴത്തെ BP. എന്നിട്ട് അടുത്ത തവണ ഡോക്ടറെ കാണാൻ പോകുമ്പം ഈ ഒരു പേപ്പറും കൂടെ കൊണ്ടുപോകണം.